ഹായ് ഓൾ, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ക്ലീ 2025 5-year LLBയുടെയും 3-year LLBയുടെയും എക്സാമിനേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ് ട്രയൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫൈനൽ ഫേസ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള എല്ലാവരും, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള എല്ലാവരും തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് കിട്ടിയ കോളേജിൽ, ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ കോളേജിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പോയി എല്ലാവരും തന്നെ അഡ്മിഷൻ എടുക്കുക. അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് ഇഷ്ടമല്ലാത്ത കോളേജിലായിരിക്കാം കിട്ടിയത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് ഈ കോളേജ് അല്ല വേണ്ടേ, മാം എനിക്ക് ഈ കോളേജ് അല്ല വേണ്ടതെന്നൊക്കെ. പക്ഷെ നിങ്ങൾ വെച്ചതാണല്ലോ ആ ലിസ്റ്റിൽ ആ കോളേജ്, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ മേ ബി നിങ്ങളുടെ ഹയർ പ്രയോറിറ്റി വേറെ കോളേജ് ആയിരിക്കും, എന്നാൽ പോലും കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം. എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജസ് ഹയർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾ മുകളിൽ വെച്ചിരുന്ന വേറെ കോളേജസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറെ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കിട്ടിയ കോളേജിൽ എന്തായാലും പോയി അഡ്മിഷൻ എടുക്കുക. പിന്നെ മറ്റൊരു സംശയമാണ് എല്ലാവരും, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്കിപ്പോൾ അഡ്മിഷൻ എടുക്കാതെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഞാൻ ട്രൈ ചെയ്യാനിരിക്കുന്നത്, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജിൽ പോയി എനിക്ക് അഡ്മിഷൻ എടുത്തൂടെ എന്നുള്ളത്. അങ്ങനെ സാധിക്കില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങളെ അവർ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉള്ള കോളേജുകളിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങളെ പരിഗണിക്കുള്ളൂ. അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം, എടുത്താൽ മാത്രമേ നിങ്ങളെ ഇത് പരിഗണിക്കുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച കോളേജ് കിട്ടി, അപ്പോൾ എനിക്കിപ്പോ ആ കോളേജ് വേണ്ട. അപ്പൊ നിങ്ങളോട് ആദ്യമേ നമ്മൾ അലോട്ട്മെന്റ് വെക്കാൻ നേരത്ത് പറഞ്ഞതാണ്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇഷ്ടമുള്ള കോളേജ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും താല്പര്യമുള്ള കോളേജ് ഫസ്റ്റ് പോവാൻ, അത് ഫസ്റ്റ് വെക്കൂ. പക്ഷെ ഇപ്പോ പല കുട്ടികളും മെസ്സേജ് അയച്ചിട്ടുള്ള ഇങ്ങനെയായിരുന്നു, ഞാൻ ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരാണ് വെച്ചത് ഫസ്റ്റ്, പക്ഷെ എനിക്ക് തൃശ്ശൂർ പോകാൻ ഇപ്പൊ താല്പര്യമില്ല, എനിക്ക് കോഴിക്കോട് പോകണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? എനിക്കിനി ഹയർ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഹയർ ഓപ്ഷൻ ഇല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അത് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരുന്നുവെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് മാത്രമേ അവർ കൺസിഡർ ചെയ്യാറ്. സോ ഹയർ ഓപ്ഷൻ ഇല്ല എങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല സെക്കൻഡ് അലോട്ട്മെന്റിൽ, കാരണം ആ സെയിം കോളേജ് തന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല, നിങ്ങൾക്ക് അവിടെ ഹയർ ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെന്റ്, അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേക്കന്റ് സീറ്റുകൾ അതാത് കോളേജുകളിൽ പ്രസിദ്ധീകരിക്കും. എത്ര വേക്കന്റ് സീറ്റുകൾ ഉണ്ടെന്ന് സിയോട് പറയുമ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സിയുടെ വെബ്സൈറ്റിൽ വേക്കന്റ് സീറ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെന്റ് വരും. ഈ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെ നിങ്ങൾ ഫസ്റ്റ് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ആ കോളേജുകളിൽ വേക്കന്റ് സീറ്റ് ഉണ്ട് എങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെന്റിന് വേണ്ടി വീണ്ടും ഫ്രഷ് അലോട്ട്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ഫസ്റ്റ് വെച്ച കോളേജിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ അവിടെ ഇല്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ കുറച്ച് കോളേജസ് കൊടുത്തു, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അന്ന് നിങ്ങൾ കൊടുക്കാഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വെക്കാഞ്ഞ കുറച്ച് കോളേജസ് നിങ്ങൾക്ക് ഇപ്പൊ വെക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ അതെനിക്ക് സെക്കൻഡിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചോദ്യം. ഇതുമാണ് ഒരുപാട് ഡൗട്ട്സുകൾ വന്നതിൽ മെയിൻ ആയിട്ടുള്ള 2 ഡൗട്ടുകൾ ഇതായിരുന്നു, സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്ക് ആ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതുതായിട്ടുള്ള ഒരു കോളേജ് CE ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ, അതായത് പുതിയൊരു കോളേജ് ബാർ കൗൺസിലിന്റെ അഫിലിയേറ്റഡ് ആയിട്ട് പുതിയൊരു കോളേജ് വന്നിട്ടുണ്ട് എങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ, പുതിയ കോളേജ് വന്നതുകൊണ്ട് തന്നെ. അതല്ലാത്ത പക്ഷം പുതിയൊരു കോളേജ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും നിങ്ങൾ വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു പുതിയ കോളേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. നിലവിലുള്ള കോളേജുകളിലെ ഹയർ ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് കിട്ടിയതിന്റെ മുകളിലുള്ള കോളേജസ് ഏതൊക്കെയാണോ ആ ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ചെയ്യാനേ സാധിക്കുള്ളൂ. അതല്ല ആ ഓർഡർ തന്നെ മതിയെങ്കിൽ അത് കൺഫേം ചെയ്യാനേ സാധിക്കുള്ളൂ. അതല്ലാതെ പുതിയൊരു കോളേജ് ആഡ് ചെയ്യാൻ കഴിഞ്ഞ വർഷം വരെ സാധിക്കില്ലായിരുന്നു. ഈ വർഷം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്കത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ വിളിക്കുന്ന സമയത്ത് നോക്കാം. പിന്നെ കുറെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. കിട്ടാത്തവരൊന്നും പേടിക്കേണ്ട, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ അടുത്ത അലോട്ട്മെന്റ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഓപ്ഷൻസ് അതേ ഓർഡർ തന്നെ മതിയെങ്കിൽ, അതെല്ലാം നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അതർവൈസ് ആഡ് ചെയ്യാൻ പറ്റില്ല. പുതിയ കോളേജ് വന്നാൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതായിരുന്നു കഴിഞ്ഞ വർഷം വരെയുള്ള രീതി. അപ്പൊ നിങ്ങൾക്ക് കൺഫേം ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, അതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ചെയ്യാൻ സാധിക്കുന്നത്. അതല്ലാതെ നിലവിൽ കിട്ടാത്ത കുട്ടികൾക്ക്
ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഒരു കോളേജിലും പോകേണ്ട, അഡ്മിഷൻ എടുക്കാനും ഒന്നും സാധിക്കില്ല, നിങ്ങൾക്ക് മെറിറ്റ് വൈസ് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ. അപ്പൊ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടും. ഫസ്റ്റ് കിട്ടാത്തവർക്ക് സെക്കൻഡിലും അതുപോലെ തന്നെ മോപ്പപ്പിലും ഒക്കെ കിട്ടിയിട്ടുള്ളവരുണ്ട്, പിന്നെ സ്ട്രേ വേക്കൻസിയിലും ഒക്കെ. അതുകൊണ്ട് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നോക്കാം. അപ്പൊ കിട്ടിയ കുട്ടികൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിലും ഒക്കെ തീർച്ചയായും പോയി അഡ്മിഷൻ എടുക്കുക. അതിനൊരു ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കൊണ്ടുപോവേണ്ടത്. ആദ്യമേ തന്നെ പറയാം, നിങ്ങൾ എന്തൊക്കെയാണോ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ, അതായത് സിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ ക്ലീയുടെ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തില്ലേ, രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ വെച്ച ഡോക്യുമെന്റ്സ് എന്തെല്ലാമായിരുന്നു. അതിപ്പോ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതല്ലാതെ നിങ്ങളുടെ നാഷണാലിറ്റി, നേറ്റിവിറ്റി, അതുപോലെ എന്തൊക്കെയാണോ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്തത് ആ രേഖകളെല്ലാം, അതിന്റെ എല്ലാം ഒറിജിനൽ തന്നെ, ഫോട്ടോസ്റ്റാറ്റ് അല്ല ഒറിജിനൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് നിർബന്ധമായിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു 4-5 ഫോട്ടോസും, പാസ്പോർട്ട് സൈസ് റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ഫോട്ടോയും കൂടി നിങ്ങൾ കൊണ്ടുപോവുക. അതായത് പല ഫോമുകളിലും അവിടെ വെക്കാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ലൈബ്രറി ഫോം, ആ ഫോം, ഈ ഫോം ഒക്കെ തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊക്കെ അവിടെ ഫോട്ടോസ് ഒക്കെ ആവശ്യമായിട്ട് വരും, അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ഭാഗമൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ഓടേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരേണ്ട. കാരണം നിങ്ങൾ പല സ്ഥലത്തും വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയിട്ട് അവിടെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരരുത്. പിന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങൾ എന്താണോ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഫീസ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാനായിട്ട് കരുതുക. എല്ലായിടത്തും ഓൺലൈൻ സംവിധാനമൊക്കെ, പ്രൈവറ്റ് ലോ കോളേജസിലൊക്കെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ ആ കോളേജിന്റെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോളേജിന്റെ നമ്പർ നെറ്റിൽ ഉണ്ടാവും. ആ ഒരു കോളേജിൽ കയറിയിട്ട് അതിന്റെ ഒരു നമ്പർ ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. അത് ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവിടെ സാധിക്കുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ജിപേ ചെയ്യാനോ ഫോൺ പേ ചെയ്യാനൊക്കെ നോക്കുക. അതർവൈസ് നിങ്ങൾ പൈസ കയ്യിൽ കൊണ്ടുപോകുമായിരിക്കും ബെറ്റർ. ഗവൺമെന്റ് ലോ കോളേജുകളിലെല്ലാം പൈസ കയ്യിൽ കൊണ്ടുപോവുകയാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുക. കാരണം പേയ്മെന്റ് കയ്യിൽ തന്നെ വേണം എന്നുള്ള രീതിയിലാണ് പല ഗവൺമെന്റ് കോളേജുകളിലും ഉള്ളത് തന്നെ. സോ നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകാം. പ്രൈവറ്റിലെ കാര്യം മിക്ക പ്രൈവറ്റ് കോളേജുകളിലും ഓൺലൈൻ സംവിധാനം ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക, ക്യാഷ് ഹാൻഡിൽ കൊണ്ടുവന്നാൽ കുഴപ്പമുണ്ടോ, അതെയോ ഓൺലൈൻ പേയ്മെന്റ് ആയാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവിടെ ഓൺലൈൻ പേയ്മെന്റ് അലൗഡ് ആണോ എന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകളൊക്കെ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു പേന കൊണ്ടുപോവുക. നിങ്ങൾക്ക് അറിയാലോ, ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ ഇങ്ക് ആയിട്ടുള്ള ഒരു പെൻ കൊണ്ടുപോകുക. റെഡൊന്നും നിങ്ങൾ കൊണ്ടുപോകില്ല എന്നറിയാം, റെഡ് ഗ്രീനൊന്നും. അപ്പൊ ഏതെങ്കിലും ഒരു ബ്ലാക്കോ ബ്ലൂ ഒരു പെൻ കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ബോണ്ട് പേപ്പർ, അതായത് പല അപേക്ഷകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതേണ്ടതായിട്ട് വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ എഴുതി തരാൻ പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് തരാൻ പറയുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ലൈബ്രറി എവിടെയാന്ന് തപ്പി കണ്ടുപിടിച്ച് പോയി ഫോം മേടിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരേണ്ട. ഇപ്പൊ നിങ്ങൾ സാറ്റർഡേ ആണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നതെങ്കിൽ സൺഡേ അഡ്മിഷൻ എടുക്കാൻ ആരും പോകേണ്ട. സൺഡേ ഉണ്ടാവില്ല കോളേജ്. ഓക്കെ, സാറ്റർഡേ ഉണ്ടാവും. സാറ്റർഡേ ഇപ്പൊ ഈ പറയുന്ന അഡ്മിഷൻ ടൈം ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ നിങ്ങളൊന്ന് വിളിച്ചു വെച്ചിട്ട് പോയിക്കോളൂ. എന്നാലും എല്ലാ സാറ്റർഡേ ഉണ്ടാവേണ്ടതാണ് കോളേജ്. അപ്പൊ നിങ്ങൾ 4-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്. നാളെ തൊട്ട്, അതായത് 31-ാം തീയതി തൊട്ട് 4-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ടൈം വരുന്നത്. അതായത് ഈ 4-ാം തീയതി ആവാൻ നിങ്ങൾ നോക്കി നിൽക്കണ്ട. നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കാം. 4-ാം തീയതി പോവുകയാണെങ്കിൽ നിങ്ങൾ ഉച്ച കഴിഞ്ഞ് പോകാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ കഴിവതും നേരത്തെ പോവാം. 3 മണിക്ക് മുമ്പായി പോയിട്ട് നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെന്ന് കഴിഞ്ഞ് അപ്പം തന്നെ അഡ്മിഷൻ എടുക്കുക, 5 മിനിറ്റും കൊണ്ട് കാര്യം കഴിഞ്ഞു പോരുക എന്നുള്ള രീതി അല്ല. അവിടെ ഒരുപാട് ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഗവൺമെന്റ് ലോ കോളേജസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവർ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോയിക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനായിട്ട് നിങ്ങൾ കഴിവതും മോർണിംഗ് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എവിടെ പോയാലും നിങ്ങൾ ഒരു രാവിലെ തന്നെ പോവുക. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നാലും നിങ്ങൾക്ക് അത് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ മാത്രമല്ലല്ലോ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു തിരക്കൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ടും നേരത്തെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോരാനായിട്ടും ഒക്കെ എളുപ്പത്തിന് നിങ്ങൾ അങ്ങനെ പോവുക. പിന്നെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എത്ര പ്രായമുള്ളവരാണെങ്കിൽ പോലും, ഇവൻ 60 വയസ്സുള്ളവരോ 50 വയസ്സുള്ളവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു പാരന്റിനെ കൊണ്ടുപോവുക. അപ്പൊ പാരന്റ് തന്നെ ആവണം എന്നില്ല നിങ്ങളുടെ ഗാർഡിയൻ. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ലോക്കൽ ഗാർഡിയൻ ആണെങ്കിലും മതി കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു സ്ഥലത്ത് അറിയാവുന്ന നിങ്ങളുടെ ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ട് എങ്കിൽ, ഒരു കസിനോ റിലേറ്റീവ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരാരെങ്കിലും കൊണ്ടുപോയാലും മതി. 3 ഇയറിലുള്ള പലരും ഏജ് ആയതുകൊണ്ട് തന്നെ, അതായത് ഇപ്പൊ അവർക്ക് പ്രായമായിട്ട് പഠിക്കാൻ പോയവരൊക്കെ ഉണ്ടാവും, ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ടൊക്കെ പോയവര്. അപ്പൊ അവർ വിചാരിക്കും നമുക്ക് ഇനിയിപ്പോ ഒരു പാരന്റിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ലോക്കൽ ഗാർഡിയൻ വേണം, അല്ലെങ്കിൽ പാരന്റ് വൈഫോ ആരെങ്കിലും ആണെങ്കിലും മതി. അപ്പൊ ആരെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം.
അത് നിർബന്ധമാണ്. പലരും കഴിഞ്ഞ വർഷമൊക്കെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ട്, പാരന്റിനെ കൊണ്ടുപോകാൻ മറന്നുപോയി, ഇതിപ്പോ എന്താ ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ സമ്മതിക്കാത്ത എന്നുള്ള ഒരു രീതി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അത് വരരുത്, ആ ബുദ്ധിമുട്ട് വരരുത്. സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് പാരന്റും കൊണ്ട് തന്നെ പോവാം. കാരണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഒരു ആന്റി റാഗിങ്, നമ്മൾ റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ ഏർപ്പെടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഏർപ്പെടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഒരു സിഗ്നേച്ചർ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ലോക്കൽ ഗാർഡിയൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പാരന്റ് ആണോ വന്നിരിക്കുന്നത്, അവരും സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു കൺസെന്റ് നിങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഗാർഡിയനെയും കൂടി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗാർഡിയനെ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. സോ അപ്പൊ ആ കാര്യവും നിങ്ങൾ ഓർക്കുക. പിന്നെ കഴിവതും നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വെച്ച ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ രേഖകൾ കൊണ്ടുപോവുക. അതിന്റെയൊക്കെ ഒറിജിനൽ തന്നെ, ഫോട്ടോസ്റ്റാറ്റ് എല്ലാം ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക. പിന്നെ നിങ്ങളുടെ രേഖകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നത് കറക്റ്റ് ആയിട്ടുള്ളതാണോ, വാലിഡ് പ്രൂഫ് ആണോ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇതിന്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്നുള്ളതൊക്കെ നോക്കുക. ഇപ്പൊ നമ്മുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് CC ഒക്കെ ആണെങ്കിൽ അതിനൊരു ഫോം ഉണ്ട്. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന്, ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാം. അപ്പൊ അതായത് ഗവൺമെന്റ് ഏതെങ്കിലും ഓഫീസറോ, ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറോ അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗാശുപത്രി ഡോക്ടറോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് സർവൻസ് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ആ ഒരു ഫോം പ്രിസ്ക്രൈബ്ഡ്, അതിന്റെ ആ ഒരു ഫോമിന്റെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു അനക്സറിൽ കിടപ്പുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു പ്രോസ്പെക്ടസിൽ അനക്സറിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കോപ്പി നിങ്ങൾക്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞ വർഷവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ പിൻ ചെയ്യാം, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെലിഗ്രാം ചാനലിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതി. അതായത് ഗസ്റ്റഡ് ഓഫീസർ അത് ഫില്ല് ചെയ്ത് തരും, എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പൊ 6 മാസമാണ്. അപ്പൊ നിങ്ങളുടെ കോളേജിൽ നേരത്തെ കൊടുത്തിട്ടുള്ള CC ആണോ ഉള്ളത്, നിങ്ങൾക്ക് കോളേജിൽ നേരത്തെ കിട്ടിയിട്ടുള്ള CC ആണോ ഉള്ളത്, പഠിച്ച സ്ഥലത്ത് നിന്നുള്ളതാണോ ഉള്ളതെങ്കിൽ അതിന്റെ 6 മാസം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിലെടുത്തോളൂ. ആ കഴിഞ്ഞു പോയെങ്കിൽ പോലും അതെടുത്തോളൂ. അതോടൊപ്പം തന്നെ പുതിയതൊരെണ്ണം ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പോവുക. പിന്നെ അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് രേഖകൾ നിങ്ങൾ കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ കൊണ്ടുപോകേണ്ടതെന്ന്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോവേണ്ടത്. അലോട്ട്മെന്റ് മെമ്മോ കൊണ്ടുപോകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിൽ, അതായത് cee.kerala.gov.in എന്ന വെബ്സൈറ്റ് എടുക്കാണ്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ, 5 ഇയർ LLB ആണെങ്കിൽ 5 ഇയർ LLBയുടെ കാൻഡിഡേറ്റ് പോർട്ടൽ, 3 ഇയർ LLB ആണെങ്കിൽ 3 ഇയർ LLBയുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, എഗെയിൻ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ സെക്യൂരിറ്റി കോഡ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട്, പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മെനുവില് നിങ്ങൾ ആ ഒരു 3 വരെ ഉണ്ടാവുമല്ലോ മുകളിൽ. അപ്പൊ ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എന്തുണ്ടാവും, ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ അതോടൊപ്പം തന്നെ ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു വന്ന് കിടപ്പുണ്ടാവും. ഈ 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ അലോട്ട്മെന്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും ഇത് നിർബന്ധമാണ്. അലോട്ട്മെന്റ് മെമ്മോയിലാണ് നിങ്ങൾക്ക് എത്രയാണ് ഈ പറയുന്ന റാങ്ക് ഉള്ളത്, നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്, ഏത് സീറ്റിലാണ്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് ആണോ കാറ്റഗറി റിസർവേഷൻ ആണോ കിട്ടിയെന്നൊക്കെ ഉണ്ടാവും. ഡേറ്റ ഷീറ്റിലും നിങ്ങളുടെ മാർക്ക്, റാങ്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടി, നിങ്ങൾക്ക് എത്രയാണ് ഫീസ്. അപ്പൊ ഫീസിന്റെ കാര്യത്തിൽ അവിടെ റിസർവേഷൻ ഉള്ളവർക്കാണെങ്കിൽ ഫീസ് നില്ലെന്നുണ്ടാവും. ഫീസ് നില്ലെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ഉണ്ടാവില്ല എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ആ ഒരു അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊണ്ടുപോകുക. 2 എണ്ണം ഉണ്ട് കേട്ടോ, അലോട്ട്മെന്റ് മെമ്മോയും ഉണ്ട്, ഡേറ്റ ഷീറ്റും ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആണ്. രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് രണ്ടും പ്രൊഫൈലിൽ മെനുവിൽ കാണും. ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് നിങ്ങൾ കൊണ്ടുപോകുക. അഡ്മിഷൻ എടുക്കുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ ഒരു 2 കോപ്പി എടുത്തോളൂ. ഒരെണ്ണം മതി, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 2 എണ്ണം നിങ്ങൾ കോപ്പി എടുത്തോളൂ. ഒരെണ്ണം നിങ്ങളുടെ കൈ വെച്ചോ. അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒരു കോപ്പി എടുക്കാനായിട്ട് ഓടണ്ട. അപ്പൊ നിങ്ങൾ അത് എടുത്ത് വെച്ചോളുക. പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഏജ് പ്രൂഫാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ വേണ്ടത് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങളുടെ ആ ഒരു ഡേറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും പ്രിന്റ് എടുക്കുക. അടുത്ത് വേണ്ട ഏജ് പ്രൂഫ്. ഈ ഏജ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നിങ്ങൾക്ക് ഇത്രയാണ് പ്രായം എന്ന് തെളിയിക്കുന്ന ആ ഒരു ഏജ് പ്രൂഫ്. അപ്പൊ നിങ്ങൾ ആ ഏജ് പ്രൂഫ് ആയിട്ട് എന്താണോ ക്ലീയുടെ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നേരത്ത് വെച്ചത്, അതായത് ചിലർ SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കും വെച്ചത്, ചിലർ വെച്ചത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ചിലർ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ആയിരിക്കാം വെച്ചത്, ചിലർ മറ്റേതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കാം വെച്ചത്.
തീരുമാനിച്ചത്. അപ്പൊ എന്താണോ നിങ്ങൾ ആ വെച്ച രേഖ അത് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഓർക്കുക അതിന്റെ ഒറിജിനൽ തന്നെ കേട്ടോ, ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക. അത് നിങ്ങൾക്ക് അവർ തിരിച്ചു തരും. അതായത് നിങ്ങളൊരു ഫോട്ടോസ്റ്റാറ്റും കയ്യിലെടുത്തു, നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് കൊണ്ടുപോയാലും അതിന്റെ ഒറിജിനൽ കൊണ്ടുപോകുമ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് കൂടി നിങ്ങൾ കൈ വെച്ചോ. ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവരൊരു ഫോട്ടോസ്റ്റാറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനായിട്ട് ഓടേണ്ട ഒന്നും വേണ്ട. കാരണം നിങ്ങൾ ഇനി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും അടുത്ത ആൾ അഡ്മിഷന് കയറും. അപ്പൊ ആ ഒരു തിരക്കും ക്യൂ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിവതും നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും കൈവെക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പേനയും പേപ്പറും ഒക്കെ കൈ വെച്ചോളൂ. അപ്പൊ ഒരു പേന ഇല്ല എഴുതാനായിട്ട്, അപ്പൊ പേന മേടിക്കാൻ നിങ്ങൾ അപ്പുറത്തേട്ട് ഓടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തിരക്ക് വരും. അപ്പൊ നിങ്ങൾ പോയ കാര്യം കറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് നേരത്തെ വീട്ടിൽ വരാനൊക്കെ സാധിക്കും. അപ്പൊ കയ്യിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ കരുതിയിട്ട് പോവുക. സോ അപ്പൊ SSLC ഡേറ്റ് ഓഫ് ബർത്തോ പാസ്പോർട്ടോ എന്താണോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന രേഖ ഏജ് പ്രൂഫിന് അത് കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ഒറിജിനൽ കൊണ്ടുപോവുക. ഒരു ഫോട്ടോസ്റ്റാറ്റും കൂടി നിങ്ങൾ കയ്യിലെടുത്തോളൂ കേട്ടോ. അപ്പൊ അതും കൂടി അതാണ് കൊണ്ടുപോവേണ്ട അടുത്തത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ആധാർ ഒന്നും കൊണ്ടുപോകരുത്, ശ്രദ്ധിക്കുക. ആരും ആധാർ ഒന്നും കൊണ്ടുവരരുത്. ആധാർ അല്ല നിങ്ങൾ ഏജ് പ്രൂഫിന് വെച്ചത്. SSLC ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിന്റെ ഫോട്ടോ അതൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ആ ഒരു ഡോക്യുമെന്റ് എന്താണോ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് അത് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ പാസ് സർട്ടിഫിക്കറ്റ് ആണ്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും 5 ഇയർ LLB-കാരാണെങ്കിലും 3 ഇയർ LLB-കാരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്ന് തെളിയിക്കണം ആ ഒരു മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ 5 ഇയർ LLB-യിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം? നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കേട്ടോ, ശ്രദ്ധിക്കുക, ഒറിജിനൽ കൊണ്ടുപോകുക. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിന്റെ SLC-യുടെ കോപ്പി, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 12th-ന്റെ, അതോടൊപ്പം തന്നെ വേറെ ഏതാണ് നിങ്ങളുടെ 12th-ന്റെ, ഇതാണ് 5 ഇയർ LLB-കാർക്ക് കൊണ്ടുപോവേണ്ടത്. SSLC-യും പിന്നെ അതുപോലെ തന്നെ 12th-ലെയും ഇത് രണ്ടും കൊണ്ടുപോവുക കേട്ടോ. 10th-ലെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ 12th-ലെയും നിങ്ങൾ കൊണ്ടുപോവുക. ദെൻ 3 ഇയർ LLB-യിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കൊണ്ടുവരിക? നിങ്ങൾക്ക് എന്തൊക്കെ ഇതുവരെ പാസ് ആയിട്ടുണ്ട്? നിങ്ങളുടെ 10th 12th അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കൊണ്ടു. അപ്പൊ ഡിഗ്രിയുടെ പലരും പറയുന്നതാണ് ഡിഗ്രിയുടെ ഒറിജിനൽ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒറിജിനൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പ്രൊവിഷണൽ ഉണ്ടല്ലോ, അതായത് അതിൻ്റെ അകത്ത് പാസ്സായി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ഒരു മാർക്ക് ലിസ്റ്റും, അതായത് റിസൾട്ട് വന്നതും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ പാസ്സായി എന്നുള്ളത് ആ ഒരു കോഴ്സ്, അപ്പൊ ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൊണ്ടായാലും മതി. ഇപ്പൊ ഒറിജിനൽ ഒക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പാസ് സർട്ടിഫിക്കറ്റിന് വരും. പാസ് സർട്ടിഫിക്കറ്റിനായിട്ട് ഈ ഒരു പ്രൊവിഷണൽ കൊണ്ടുപോയാലും മതി. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് വേണ്ടത് TC ആണ്. യെസ്, TC-യിലേക്ക് വരുമ്പോഴേക്കും TC-യും പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഇത് രണ്ടും വേണം. അപ്പൊ TC-യും CC-യും കൊണ്ടുപോകുക എന്നുള്ളത്, TC നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈ ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ PGക്ക് പോയിട്ട് നിങ്ങൾ അവിടുന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ PG പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഇപ്പൊ എവിടുന്നാണോ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന്, അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് എവിടുന്നാണോ ഇപ്പൊ കോഴ്സ് ചെയ്ത് ഇറങ്ങിയത് അല്ലെ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്, ആ ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് TC വേണ്ടത്. ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള TC ആണ് നിങ്ങൾക്ക് വേണ്ടത്. ആ TC വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും വേണ്ടതാണ്. അപ്പൊ ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. TC-ക്ക് വാലിഡിറ്റി ഒന്നുമില്ല, പക്ഷെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. 6 മാസത്തേക്കാണ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ 6 മാസത്തെ വാലിഡിറ്റി. ഇപ്പോൾ കോളേജിൽ നിന്ന് തന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് ഒരു CC-യും കൂടി വാങ്ങുക. അതിന്റെ ഒരു ഫോം നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഇവിടെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അത് ഫോം ഫില്ല് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ CC-യുടെ. അപ്പൊ ഇങ്ങനെയാണ് വേണ്ട. ആ വാലിഡ് ഫോർമാറ്റിൽ തന്നെ ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്ത് നിന്ന് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവേണ്ടതാണ്. പിന്നെ അടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ. യെസ്, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ കൊടുത്തില്ലേ, അതേ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു 4-5 കോപ്പി എടുക്കുക. നിങ്ങൾ ഒരു 4 കൊണ്ടുപോയാൽ മതി. ഒരു 4 ഫോട്ടോ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും എംപ്ലോയീസ് ആയിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ബാങ്കിലോ, അതായത് ഒരു ക്വാസി ഏതെങ്കിലും ബാങ്കിന്റെ അകത്ത്, അതായത് ക്വാസി എംപ്ലോയി അങ്ങനെ ഏതെങ്കിലും ആണ്. അതല്ല എങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഗവൺമെന്റ് സെർവന്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അവിടുന്ന് റിലീവ് ചെയ്യുന്ന ഒരു ഓർഡറും കൂടി വാങ്ങുക. അതായത് റിലീവിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നമ്മുടെ LLB എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം റെഗുലർ കോഴ്സ് ആണ്, ഡിസ്റ്റന്റ് ആയിട്ടൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടുന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, നിങ്ങൾ ഈ റെഗുലർ കോഴ്സിൽ ജോയിൻ ചെയ്തു,
അപ്പൊ അവിടുന്ന് റിലീവ് ചെയ്തു എന്ന് കാണിക്കുന്ന ആ ഒരു റിലീവിംഗ് ആയിട്ടുള്ള ഓർഡർ വേണം. ആ റിലീവിംഗ് ഓർഡർ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങേണ്ടതാണ് റിലീവിംഗ് ഓർഡർ. പിന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ഉണ്ടാവുമല്ലോ ഡിപ്പാർട്ട്മെന്റിൽ, ആ ഹെഡിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗുഡ് കോണ്ടാക്ട് ആണെന്നുള്ള, അതായത് ക്യാരക്ടർ ഗുഡ് ആണെന്നുള്ള ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും വാങ്ങുക. അത് എംപ്ലോയീസ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് മാത്രം, അതായത് എംപ്ലോയീസ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന്റെ കാര്യത്തിൽ മാത്രമാണെന്ന് പറയുന്നത്. ഗവൺമെന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാസി ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ ട്രെയിനി ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ. അതല്ലാതെ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ വേണ്ട. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന +2 കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ, അവർക്കാണെങ്കിൽ ഈ പറയുന്ന രേഖയുടെ ആവശ്യമില്ല. റിലീവിംഗ് ഓർഡറും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളതും അവർ വാങ്ങേണ്ട. അവർ നേരത്തെ ആ ഒരു ഒറിജിനൽ വേണ്ട TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും വാങ്ങിയാൽ മതി കേട്ടോ, ഇതിന്റെ ആവശ്യമില്ല. പിന്നെ അടുത്തതാണ് നമ്മൾ എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ കേരളത്തിന് പുറത്താണ് നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രിയോ ചെയ്തതെങ്കിൽ, നമ്മളിപ്പോ കേരളത്തിലെ ലോ കോളേജുകളിലാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ലോ കോളേജുകളിൽ വാലിഡ് ആയിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ +2 അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രിയും ചെയ്തത് എന്ന് കാണിക്കണം. അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ അവിടെ നിന്നായിരുന്നു പാസ്സായിട്ടുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് കേരളത്തിന് പുറത്ത് 12th ഡിഗ്രിയോ പഠിച്ചവരാണ് എങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അത് ആ കൺസേൺഡ് യൂണിവേഴ്സിറ്റി പോയിട്ടാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയത് ആ കൺസേൺഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ്, MG ആണെങ്കിൽ MG. അപ്പോൾ അങ്ങനെ കൺസേൺഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് ആ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച സ്ഥലത്താണ് നിങ്ങൾ +2 ഡിഗ്രി ചെയ്തതെന്ന് കാണിക്കുന്ന ആ ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നില്ല. അതിപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു നിങ്ങളുടെ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വരുന്നത് നിങ്ങൾ LLBയിലേക്ക് വരുമ്പോഴേക്കും MG യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ തന്നെ കൊടുക്കാൻ ഉള്ളവർ കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പോലും, അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകാൻ വൈകണ്ട. നിങ്ങൾ 4-ാം തീയതിക്ക് മുമ്പായി തന്നെ പോയി അഡ്മിഷൻ എടുക്കുക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫസ്റ്റ് സെം എക്സാം വരില്ല LLBയുടെ, ആ ഫസ്റ്റ് സെം എക്സാം വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാനും കാര്യങ്ങൾക്കുമായിട്ടാണ്. അപ്പം അതിനു മുമ്പ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. സോ നിങ്ങൾ ആ ടൈം ഉണ്ട്, ഒരു 4-5 മാസം സമയം കിട്ടും. അപ്പം അതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൽ മതി. ഇപ്പം ഈ ഒരു രേഖ ഇല്ലാന്ന് വെച്ചുകൊണ്ട് ആരും അഡ്മിഷൻ എടുക്കാൻ പോവാതിരിക്കേണ്ട. അത് നിങ്ങളിപ്പോൾ തൽക്കാലം കൊണ്ടുപോയില്ലല്ലോ, കയ്യിലുള്ളവർ കൊണ്ടുപോവുക. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അത് ഫസ്റ്റ് സെം എക്സാമിന് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്താലും മതിയാകും. പിന്നെ അടുത്തത്, നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകളാണോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ക്ലീയുടെ എക്സാമിന്, അതിൻ്റെയൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സാണ് കൊണ്ടുപോകേണ്ടത്. ആ ഒറിജിനലിൻ്റെ ഒക്കെ നിങ്ങൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോകുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ 10th-ന്റെയും 12th-ന്റെയും ഒക്കെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ അവർ ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വെരിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങൾ സെം എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ വെരിഫിക്കേഷൻസ് വേണമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വേണം, ഫോട്ടോ പോലും കയ്യിൽ ഇല്ലാണ്ടാ കൊടുത്തെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെയിലിലേക്കായിട്ട് ഒരു ഫോട്ടോ എടുത്തിടുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുക. രണ്ടും എടുത്ത് വെച്ചോ. ഇനിയിപ്പോൾ പ്രിന്റ് കാണാണ്ട് പോയാലും ബുദ്ധിമുട്ടേണ്ട. അപ്പോൾ നിങ്ങളൊരു പ്രിന്റ് എടുത്ത് വെക്കുക, ഫോട്ടോസ്റ്റാറ്റ് 1-2 ആ കോപ്പിയുടെ എടുത്ത് വെക്കുക. നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ 10th +2 ഡിഗ്രിയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ്സിന്റെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ആ ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്ത് ഒന്ന് മെയിലിലേക്ക് ഇടുക, ഒന്ന് മെയിൽ ചെയ്തിട്ട് ഒന്ന് ഇടുക. അപ്പോൾ അത് ആ മെയിലിനകത്ത് കിടന്നോളൂ. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്താൽ മതി. നാളെ നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും കോളേജിൽ ഇപ്പോൾ അത് നിങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇല്ല, യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ ബുദ്ധിമുട്ടേണ്ട, യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമൊന്നും വരില്ല. നിങ്ങൾക്കത് കിട്ടും, തിരിച്ചു കിട്ടും, പക്ഷെ കുറച്ച് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ രേഖകളൊക്കെ കൊടുക്കുന്നതെല്ലാം നമ്മുടെ കയ്യിലൊരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്രിന്റ് എടുത്തിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽസ് ആണ് കൊണ്ടുപോകേണ്ടത്. അതായത് നിങ്ങളുടെ റിസർവേഷനോ നിങ്ങളുടെ സ്പെഷ്യൽ റിസർവേഷനോ ഫിഷർമാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ്, റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് കൊണ്ടുപോവുക. നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ 1 വർഷമാണ് വാലിഡിറ്റി. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും
ഇൻകം 1,00,000 താഴെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇ ഗ്രാൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതുപോലെയുള്ള കുട്ടികളെ ആണെങ്കിലും എന്ത് ചെയ്യുക, അവരും അവരുടെ ആ ഒരു വർഷത്തെ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി കഴിഞ്ഞു പോയോ എന്ന് നോക്കുക. സപ്പോസ് നിങ്ങൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലീക്ക് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, ആ ഒരു വർഷം എന്നുള്ളത് ആയിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സർട്ടിഫിക്കറ്റിന്. നോൺ ക്രീമിലെയറിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ആണെങ്കിലൊക്കെ 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 1 മാസമായി അല്ലെങ്കിൽ ഒരാഴ്ചയാക്കി ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയത് ഓർമ്മ കൂടി എടുത്തിട്ട് പോവുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ വേണം. സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് കാൻഡിഡേറ്റ്സ് നാഷണാലിറ്റി അതും കൊണ്ടുപോകേണ്ടതാണ് അഡ്മിഷൻ എടുക്കുമ്പോൾ. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 3 ഇയർ LLBയിലും 5 ഇയർ LLBയിലും കുട്ടികൾ കൊണ്ടുപോകേണ്ട മറ്റൊരു രേഖയാണ് നിങ്ങളുടെ നാഷണാലിറ്റി. നിങ്ങൾ സ്വയം സ്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ അത് അനക്സ്റ്റ് 10 കിടപ്പുണ്ട്. അതായത് നമ്മുടെ പ്രോസ്പെക്ടസിൽ 5 ഇയർ LLBയുടെയും 3 ഇയർ LLBയുടെയും പ്രോസ്പെക്ടസിലെ അനക്സ്റ്റ് 10 അതിന്റെ ആ ഒരു മോഡൽ കിടപ്പുണ്ട്. അത് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അതിൻ്റെ അകത്ത് രജിസ്റ്റർ നമ്പർ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ കോളേജിൽ ചോദിച്ചിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചിട്ടാണെങ്കിൽ എഴുതിയാൽ മതി ഏതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ ആണ്, നിങ്ങൾ സ്വയം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ 1,00,000 താഴെയുള്ളവർ എന്തായാലും ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഫീസിന്റെ കൺസെഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ കിട്ടാനായിട്ട് എന്തായാലും ഉപയോഗം ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഇ ഗ്രാൻഡിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അഡ്മിഷൻ എടുക്കുന്നതിന്റെ ടൈം ഒന്നും കൂടി ഞാൻ പറയുകയാണ്, 31 തീയതി തൊട്ടിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. നാളെ തൊട്ട്, അതായത് 31 തൊട്ട് 4 തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. അത് 5 ഇയർ LLBക്കും 3 ഇയർ LLBക്കും ഒരേ ടൈം തന്നെയാണ്. 31 ജൂലൈ തൊട്ടിട്ട് 4 ഓഗസ്റ്റ് വരെ, ഓഗസ്റ്റ് 4 തീയതി 3 മണി വരെയും സമയമുണ്ട്. 4 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു അതായത് കോളേജുകളിലെ പ്രിൻസിപ്പൽസ് അവരുടെ ആ ഒരു അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആയി, ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ എത്രത്തോളാണെന്നുള്ള ലിസ്റ്റ് അവർ കൊടുക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരുപാട് ലേറ്റ് ആവാൻ നിൽക്കാതെ രാവിലെ തന്നെ പോയിക്കോളൂ. 3 മണി വരെയാണ് ലാസ്റ്റ് ഡേ, പക്ഷെ അതിന് മുമ്പ് പോയിക്കോളൂ കേട്ടോ. അപ്പൊ 31 തീയതിയാണ് നാളെ തൊട്ട് അഡ്മിഷൻ എടുക്കാൻ തുടങ്ങാം. നാളെ തന്നെ പോകേണ്ടവർ രേഖകളൊക്കെ കയ്യിലുള്ളവർ പോവുക, എല്ലാം കയ്യിൽ വെച്ച് ഫയലിലാക്കിയിട്ട് തന്നെ പോവുക കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ ഫയലിലാക്കി വെച്ചിട്ട് പോവുക. 4 ഓഗസ്റ്റ് വരെയും അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ടൈം ഉണ്ട്. കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, കിട്ടാത്തവർക്കും നിങ്ങൾക്ക് ഇനിയുള്ള മറ്റ് കോളേജസുകളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ പരിഗണിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്നും അവർ കുറച്ച് കോളേജസ്, അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ വെക്കാൻ നേരത്തെ നിങ്ങൾ കുറച്ച് കോളേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കോളേജുകളിൽ കുറച്ച് കോളേജുകളുടെ പേര് അവര് അതിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവർ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ വരുന്ന കുറച്ച് കോളേജുകളാണ് കേരള ലോ അക്കാദമി ട്രിവാൻഡ്രം, തിരുവനന്തപുരത്തെ കേരള ലോ അക്കാദമി, പിന്നെ അദിയ ഈ പറയുന്ന ലോ കോളേജ് കാസർഗോഡ്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ലോ കോളേജ് കോതമംഗലം. ഈ 3 ലോ കോളേജുകളും 5 ഇയർ LLBക്ക് അവർ കൺസിഡർ ചെയ്തിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെന്റുകളിലേക്ക്. ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ കോളേജ് കൺസിഡർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഈ 3 കോളേജുകളും നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷൻസ് വെച്ചവരായിരിക്കാം നിങ്ങളിൽ പലരും, പക്ഷെ അവർ ആ കോളേജ് കൺസിഡർ ചെയ്തിട്ടില്ല. അതായത് കേരള കൺസിഡർ ചെയ്തിട്ടില്ല ഈ 3 കോളേജിലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ 5 ഇയർ LLB കേട്ടോ. കേരള ലോ അക്കാദമി ട്രിവാൻഡ്രം, പിന്നെ അതുപോലെ തന്നെ സാദിയ ലോ കോളേജ് കാസർഗോഡ്, അത് പുതിയ കോളേജാണ്. പിന്നെ ഇന്ദിരാഗാന്ധി ലോ കോളേജ് കോതമംഗലം, കഴിഞ്ഞ വർഷം വന്ന കോളേജും. അപ്പൊ ഈ 3 കോളേജുകൾ 5 ഇയർ LLBക്ക് കൺസിഡർ ചെയ്തിട്ടില്ല. 3 ഇയർ LLBക്ക് ഇന്ദിരാഗാന്ധി ലോ കോളേജ് കോതമംഗലം, 3 ഇയർ LLBക്ക് ഇന്ദിരാഗാന്ധി ലോ കോളേജ് കോതമംഗലവും അവർ കൺസിഡർ ചെയ്തിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ. പിന്നെ അതോടൊപ്പം തന്നെ മറ്റു പല കുട്ടികളും ചിലപ്പോൾ സ്പോർട്സ് കോട്ട റിസർവേഷൻ കൊടുത്തിട്ടുള്ളവരുണ്ടാവും. നിങ്ങളിൽ പലരും സ്പോർട്സ് കോട്ടയ്ക്ക് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് സ്പോർട്സ് കോട്ട റിസർവേഷൻ കൊടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അതിന്റെ ഫോമൊക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയച്ചിട്ടുള്ളവരായിരിക്കും. പക്ഷെ ആ സ്പോർട്സ് കോട്ട അലോട്ട്മെന്റും ഈ പറയുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവർ കൺസിഡർ ചെയ്തിട്ടില്ല. അത് അടുത്ത അലോട്ട്മെന്റ്, ദാറ്റ് മീൻസ് സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കും ഈ ഒരു സ്പോർട്സ് കോട്ട റിസർവേഷൻ ഉള്ളവരെയും കൺസിഡർ ചെയ്യുന്നത്. സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെന്റ് നടക്കുന്നത് നെക്സ്റ്റ് ഫേസ് അലോട്ട്മെന്റ് തൊട്ടായിരിക്കും എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അലോട്ട്മെന്റിനെ സംബന്ധിച്ച് പറയാൻ. നമ്മൾ നോക്കുന്നത് ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഫീസിന്റെ കാര്യം നിങ്ങൾക്ക് ഗവൺമെന്റ് ലോ കോളേജിലും പ്രൈവറ്റ് ലോ കോളേജിലും കഴിഞ്ഞ വർഷത്തെ ഫീസ് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ഫീസിന്റെ കൺസെഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ കോളേജിൽ ഫീസ് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് 2024-25 ബാച്ചിൽ വെച്ചിട്ടാണ് ഇത്തവണയും ആ ഒരു
വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ആ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ 1575 രൂപയാണ് ഗവൺമെന്റ് ആയിട്ടുള്ള ലോ കോളേജുകളിലെ ഫീസ്, ട്യൂഷൻ ഫീസ് വരുന്നത്. പക്ഷേ ഈ 1575 രൂപ മാത്രം കൊടുത്താൽ പോരാ. ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും പറയുന്നുണ്ടത് 1575 മാത്രം പോരാ. നിങ്ങൾ മൂട്ട് കോർട്ടിന്റെയും അതുപോലെ തന്നെ ലൈബ്രറി ഫീസെന്നും PTA ഫണ്ടെന്നും ഒക്കെ പറഞ്ഞ് മാനേജ്മെന്റ് ലീഗൽ എയ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫീസുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 1575 രൂപ മാത്രം കയ്യിൽ കരുതി വെച്ചിട്ട് പോവരുത്. അറൌണ്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 13,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അറൌണ്ട് നിങ്ങൾ കൈ വെച്ചിട്ട് പോവുക കേട്ടോ. ഒരു 13,000 രൂപയൊക്കെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ പോവുക. പിന്നെ ബാക്കി അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കൺസെഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ 13,000 ഒന്നും ആവില്ല. ഇപ്പൊ SC ST അല്ലെങ്കിൽ മറ്റു OEC അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് വേണ്ട. പക്ഷെ എന്നാലും നിങ്ങളും അവിടെ ഈ പറയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഫണ്ടുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ കയ്യിൽ കുറച്ച് കാശ് കരുതി വെച്ചിട്ട് തന്നെ പോവുക. പിന്നെ പ്രൈവറ്റ് ലോ കോളേജിലുള്ളവർക്കാണെങ്കിൽ പിന്നെ ട്യൂഷൻ ഫീസ് ഇയർലി ആണ് കൊടുക്കുന്നത്. പലരും ചോദിക്കുന്നതാണ്, ട്യൂഷൻ ഫീസ് ഇയർലി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്, വർഷമാണ് കൊടുക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ലോ കോളേജ്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജുകളിലെ ഫീസ് വരുന്നത്, മെറിറ്റ് ഫീസ് വരുന്ന ആനുവൽ ട്യൂഷൻ ഫീസ് 36,750 രൂപയാണ്. ഇതും കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, 36,750 രൂപ എന്നുള്ളത്. ഇതിൽ നിന്ന് കൂടാം, ചിലപ്പോൾ വ്യത്യാസം വരാം. പിന്നെ അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഫീസ് എന്നും പറഞ്ഞുകൊണ്ട് 1,529 രൂപയുണ്ട്. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് 5,000 രൂപ. ഈ കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റീഫണ്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ആയ 50,000 രൂപയും. ഈ 50,000 രൂപയും നിങ്ങൾ വൺ ടൈം കൊടുത്താൽ മതി. പിന്നെ ഈ കോഷൻ ഡെപ്പോസിറ്റ് ആയ 5,000 രൂപയും, അതായത് ഈ 55,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൈവറ്റ് ലോ കോളേജിൽ കൊടുക്കുന്ന ഈ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. മെറിറ്റ് ഫീസ് പിന്നെ നിങ്ങൾ വർഷം കൊടുക്കണം. അപ്പൊ ഫീസിന്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പിൻ ചെയ്യാം. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ കിട്ടാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഓപ്ഷൻസ് കൺഫേം ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുമായിരിക്കും. അപ്പൊ കിട്ടിയ കുട്ടികൾ എന്തായാലും നിർബന്ധമായിട്ടും 4-ാം തീയതിക്ക് മുമ്പായി പോയി അഡ്മിഷൻ എടുക്കുക. ഇഷ്ടപ്പെടാത്ത കോളേജ് ആണെങ്കിൽ, ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുക. എന്തെങ്കിലും അഡ്മിഷൻ ക്ലെയിമായി ബന്ധപ്പെട്ട അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ കഴിവതും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എല്ലാത്തിനും. കുറെ പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ ഞാൻ എല്ലാ മെസ്സേജസിനും കഴിവതും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.